രാമായണ പുണ്യമാസത്തിന് തുടക്കമിട്ട് ഇന്ന് കർക്കിടകം 1. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും മുഴങ്ങുക. രാമ 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 ശ്രീരാമചന്ദ്ര ജയ. മലയാള കലണ്ടറിലെ അവസാന മാസമായ കർക്കിടകം രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. കനത്ത മഴയും വറുതിയും കൊണ്ട് ക്ലേശങ്ങൾ നിറഞ്ഞ കർക്കിടകത്തിൽ പ്രകൃതിയുടെ ക്ഷോഭത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞിരുന്ന കാലമായിരുന്നു ഇത്. കാലവും കാലാവസ്ഥയും മാറിയെങ്കിലും പാരമ്പര്യങ്ങൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. രാമായണം മുഴുവനായി വായിച്ചു തീർക്കാൻ സാധിക്കാത്തതിനാൽ 5ാം അധ്യായമായ സുന്ദരകാന്ഡമാണ് കൂടുതൽ പേരും പാരായണത്തിനായി ഈ കാലയളവിൽ തെരഞ്ഞെടുക്കുന്നത്. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് വാൽമീകി മഹർഷി രാമായണ മഹാകാവ്യം എഴുതി പൂർത്തിയാക്കിയത് കർക്കിടക മാസത്തിലാണ്. പൂർവികർക്കും മരണമടഞ്ഞ ബന്ധുക്കൾക്കും പ്രത്യേക ബലിതർപ്പണത്തിന് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും മികച്ച സമയമെന്ന് കരുതപ്പെടുന്ന മാസമാണ് കർക്കിടകം. ആരോഗ്യ കഞ്ഞിയാണ് കർക്കിടകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണം. ദശപുഷ്പം, വാതക്കൊടിയില, കരിങ്കുറിഞ്ഞി, പനിക്കൂർക്കയില, ചങ്ങലം പരണ്ട എന്നിവയാണ് ഇതിലെ ഔഷധ ചേരുവകൾ. കർക്കിടകത്തിൽ മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവായിരിക്കും. ഇതിനാലാണ് ആളുകൾ കഴിക്കാൻ ആരോഗ്യകഞ്ഞി തെരഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുന്നതാണ് ഉത്തമം. കർക്കിടക കഞ്ഞി പോലെ തന്നെ പ്രാധാന്യമേറിയവയാണ് കർക്കിടക കുളിയും കർക്കിടക സുഖചികിത്സയും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ 4 അമ്പലങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് ശ്രേയസ്കരമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.